പുതിയ തൊഴിൽ നിയമം നിലവിൽ വന്നു. 21/11/2025 മുതലാണ് പുതിയ തൊഴിൽ നിയമം. ഇനി ഇന്ത്യയിലെ 4 വിഭാഗം തൊഴിലാളികളേ ഉള്ളൂ. ഓരോ ഫീൽഡിലുള്ള വ്യത്യസ്ത വേതനത്തോടു കൂടി രാജ്യത്താകമാനം അങ്ങനെ തന്നെയായിരുന്നു ഇതുവരെ തൊഴിലാളികൾ അവരുടെ കൂലി നിശ്ചയിച്ചിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് കൂലി കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴേ ഓൾ ഇന്ത്യ നിലവാരത്തിൽ ന്യൂ ലേബർ ലോസ് വന്നിരിക്കുന്നതുകൊണ്ട് തൊഴിലാളികൾ 4 വിധത്തിലേ ഉള്ളൂ. അത് ഒന്ന് നമുക്കറിയാം, നൈപുണ്യം അനുസരിച്ച്, എന്ന് പറഞ്ഞാൽ സ്കിൽഡ് ലേബർ, നമുക്കറിയാം നല്ലതായിട്ട് ജോലി ചെയ്യുന്ന, ആ ജോലി പ്രാവീണ്യമുള്ള നൈപുണ്യമുള്ള ആളെ സ്കിൽഡ് ലേബർ എന്ന് പറയും. പിന്നെ ഒരു സെമി സ്കിൽഡ്, പകുതി, വലിയ എക്സ്പെർട്ടല്ല, സെമി സ്കിൽഡ് ഉണ്ട്. പിന്നെ നല്ല സ്കിൽഡായ ഹൈലി സ്കിൽഡ് ഉണ്ട്. അതിപ്പം 3 തരമായി. ഇനി അൺസ്കിൽഡ്, ഒരിക്കലും ഒരു കാര്യത്തിൽ നൈപുണ്യമില്ല, ചുമ്മാ എന്തെങ്കിലും പറയുന്ന ജോലി ചെയ്യും, അങ്ങനെയുള്ള. അപ്പോൾ അങ്ങനെ 4 വിധത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഈ തൊഴിലാളികളെ വിഭജിച്ചിരിക്കുന്നത്. 1 അൺസ്കിൽഡ്, 2 സെമി സ്കിൽഡ്, 3 സ്കിൽഡ്, 4 ഹൈലി സ്കിൽഡ്. അങ്ങനെ വ്യത്യസ്തമായ ലേബർ പണമാണ് അവർക്ക് ലഭിക്കുന്നത്, കൂലിപ്പണമാണ് ചോദിക്കാൻ. അൺസ്കിൽഡ് തന്നെ ഇന്ത്യയിലെ ഇതിലും പ്രാവീണ്യമില്ല അല്ലെങ്കിൽ പ്രാവീണ്യമില്ലാത്ത തൊഴിലാളികൾ, ചുമ്മാ കൂലിപ്പണിക്ക് വരുന്ന അൺസ്കിൽഡ് 156 തരമുണ്ട് ഇന്ത്യയിൽ. അത് സെമി സ്കിൽഡ് എന്ന് കുറച്ചൊക്കെ അവർക്കറിയാം, ചെറിയ പണി മുഴുവൻ അറിയില്ലെങ്കിലും കുറേയൊക്കെ ആ പണി ചെയ്യുന്നവർ. അങ്ങനെ 431 തരത്തിലുണ്ട് സെമി സ്കിൽഡ് ഇന്ത്യയിൽ, വ്യത്യസ്തമായ ജോലികൾ. സ്കിൽഡ് 219 തരമുണ്ട്. ഇപ്പം നമ്മൾ ഇലക്ട്രീഷ്യനാണ്, അല്ലെങ്കിൽ പശുവിനെ കറക്കുന്നവനാണ്, അല്ലെന്നുണ്ടെങ്കിൽ മേസ്തിരിപ്പണിക്കാരനാണ്, അല്ലെങ്കിൽ കട്ട ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ മണ്ണ് കുഴച്ച് കട്ട പിടിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ വ്യത്യസ്തമായ ജോലികളാണ്. അതിൽ നല്ല പ്രാവീണ്യമുള്ളവരുണ്ട്, വലിയ മേസ്തിരിയുണ്ട്, ജൂനിയർ മേസ്തിരിയുണ്ട്, കാർപ്പൻ്റർമാർക്കുണ്ട്, വലിയ മേസ്തിരിയുണ്ട്, കാർപ്പൻ്ററിൽ അതിൻ്റെ സെമി ആയിട്ട് ഒരുവിധം മെച്ചമായിട്ടുള്ള, പിന്നെ പണി പഠിക്കുന്നവരുണ്ട്. അങ്ങനെ ഇവർക്കൊക്കെ വ്യത്യസ്തമായ കൂലികളാണ് ഇനി വരാൻ പോകുന്നത്, ഇപ്പോൾ ഇന്ത്യയിൽ കൊടുക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ 4 തരത്തിലാണ് ഇവരെ വിഭജിച്ച് പോയിരിക്കുന്നത്. അത് അൺസ്കിൽഡ്, സെമി സ്കിൽഡ്, സ്കിൽഡ്, ഹൈലി സ്കിൽഡ്. നമുക്ക് കശുവണ്ടി, ഒരു ഉദാഹരണത്തിന് നമുക്ക് കശുവണ്ടി വിഭാഗം നമുക്ക് നോക്കാം. കശുവണ്ടി വിഭാഗത്തിൽ ഇനി 4 തരത്തിൽ മാത്രമേ ജോലിക്ക് കൂലി കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം കശുവണ്ടിയിൽ നമുക്കറിയാം 13 തരം ജോലിയാണ് ഒരു കശുവണ്ടിയുടെ തൊഴിൽ മേഖലയിൽ, ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ. അത് വ്യത്യസ്തമായ കൂലികളാണ് 13 ആൾക്കാർക്കും. കാരണം അത് കശുവണ്ടി ഇത് വറക്കുന്നവർക്കൊരു കൂലി, അത് ഷെല്ല് ചെയ്യുന്ന, അല്ലെങ്കിൽ കശുവണ്ടി കട്ടിങ്, അല്ലെങ്കിൽ കശുവണ്ടി തല്ലി പൊട്ടിക്കുന്ന അവർക്ക് ഷെല്ലിങ്ങിന് വേറൊരു കൂലി, പിന്നെ അത് സോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാം. അങ്ങനെ നിരവധി, പിന്നെ അത് പാക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും ലേബർ അവർ നൈപുണ്യം കാണിക്കുന്നെങ്കിൽ അവർ നേരത്തെ ആ രീതി കൂലി കൊടുത്തുകൊണ്ടിരുന്നു. തൊണ്ട് തല്ലുന്ന, അല്ലെങ്കിൽ കയറിൻ്റെ മേഖലയിലായാലും ശരി തൊണ്ട് തല്ലുന്നവർ, അല്ലെങ്കിൽ ഈ കശുവണ്ടിയുടെ മേഖലയിൽ ആ തൊണ്ട് തല്ലുന്നവർ, അതിനകത്ത് ഈ സോർട്ട് ചെയ്യുന്നവർ, അതിനകത്ത് കശുവണ്ടി എടുക്കുന്നവർ, പലതരം കശുവണ്ടികൾ പല വെയ്റ്റിലും പല സൈസിലും ഉള്ളതൊക്കെ സോർട്ട് ചെയ്യും, അത് പാക്ക് ചെയ്യുന്നത്. ഇങ്ങനെ അങ്ങനെ 13 തരത്തിലായിരുന്നു ഇതുവരെ ജോലികളുടെ കൂലി വ്യത്യാസം. ഇനി അത് പറ്റില്ല. 4 തരത്തിൽ മാത്രമേ അവർക്കിനി ഇന്ത്യയിൽ കൂലി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൊഴിൽ നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ ഇന്ത്യയിൽ വന്നു. അതിശക്തമായ എതിർപ്പുകൾ ട്രേഡ് യൂണിയൻകാരൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയത്ത് തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ എതിർപ്പ് അവർ പ്രകടിപ്പിച്ചത്. കാരണം തമിഴ്നാട്ടിലെ ഓൾറെഡി ചില നിയമങ്ങൾ അവിടെ പ്രാബല്യത്തിലുണ്ട്. കോഡ് ഓൺ വേജസ്, അവരുടെ വേതനത്തിന് 2019 തമിഴ്നാട്ടിലൊരു നിയമം വേജസിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. ഇൻഡസ്ട്രി റിലേഷൻ കോഡ്, ഇൻഡസ്ട്രിയായിട്ട് അവിടെ ധാരാളം ഇൻഡസ്ട്രിയുള്ള സ്ഥലമാണ്. ഇൻഡസ്ട്രിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേതനം പ്രത്യേകമായിട്ട് അതിനൊരു പ്രത്യേക കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് 2020. പിന്നെ ഓക്യുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷനിലുള്ള കോഡ് 2020 അങ്ങനെ ഒരു കോഡുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ വ്യത്യസ്തമായ ജോലിക്കും വ്യത്യസ്തമായ നിയമങ്ങളൊക്കെ പ്രാബല്യത്തിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻവാലിഡ് ആവും ഇനി. കാരണം തൊഴിൽ മേഖലയിൽ പുതിയ ന്യൂ ലേബർ ലോ അനുസരിച്ച് 4 വിഭാഗത്തിൽ മാത്രമേ ഇനിയിപ്പം
ജോലിക്കാരെ പരിഗണിക്കുകയുള്ളൂ. അങ്ങനെയുള്ള കൂലികളാണ് ഇനി വരുന്നത്. അതുകൊണ്ട് ഈ തൊഴിൽ നിയമത്തിന് അതിശക്തമായ എതിർപ്പ് പല സ്റ്റേറ്റുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നമുക്കറിയാം, കേരളത്തിലെ നോക്കൂലിയെ വാങ്ങിക്കുന്ന സംസ്ഥാനമാണ് കേരളം. കാരണം അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നെങ്കിൽ അതിൻ്റെ കൂലിയായിട്ട് നോക്കുകൂലിയായിട്ട് കൊടുക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളത്തിൽ. ലോകത്തെ ഒരിടത്തും ഇങ്ങനെ ഒരു നോക്കുകൂലി കൊടുക്കുന്നതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ജോലി ചെയ്യാതെ അവരുടെ ജോലി നഷ്ടപ്പെടുന്നത് കൊണ്ട് അവർക്ക് കൂലി വേണം എന്ന് CHUക്കാരുടെ ഡിമാൻഡാണ്. അതും കേരളത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതേ സംബന്ധിച്ച് വളരെയധികം ക്രിറ്റിസിസം കേരളത്തിൽ മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങൾ മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവനും, അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്. അതുകൊണ്ട് ഇതിന് അതിശക്തമായ എതിർപ്പ് CHU, അതുപോലെ തന്നെ INTUC, BMS ഒക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ അത് നിയമമായി കഴിഞ്ഞു. അതനുസരിച്ച് മാത്രമേ ഇനി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം മറക്കരുത്.